ഇന്ന് നമ്മൾ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് 27-ാമത്തെ സങ്കീർത്തനമാണ്. സങ്കീർത്തനം എപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്, നമ്മളെ ബലപ്പെടുത്തുന്ന ഒന്നാണ്. 27-ാം സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ ഇത് പാടിയിരിക്കുന്നത്, ഇസ്രായേലിന്റെ രാജാവായിരുന്ന ദാവീദ്. ഞാൻ പലരെയും കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഈ സങ്കീർത്തനം വായിക്കാൻ താല്പര്യമുള്ളവരാണ്. വിശ്വാസികൾ പോലും, വിശ്വാസികളെയാണ് കൂടുതലും അത് വായിക്കുന്നത്. നമ്മുടെ ബൈബിൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, ഏറ്റവും കൂടുതൽ നമ്മൾ വരച്ചിട്ടുള്ളതും ഇളകിപ്പോയിരിക്കുന്നതൊക്കെ സങ്കീർത്തനത്തിൻ്റെ ഭാഗങ്ങളാണ്. കാരണം സങ്കീർത്തനങ്ങൾ നമ്മുടെ സഭകളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ പ്രാർത്ഥനയിലൊക്കെ ഒത്തിരി പ്രാധാന്യമുള്ള ഒന്നാണ്. സത്യത്തിൽ ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് അനുഭവിച്ച, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച, ദൈവത്തിൽ നിന്ന് കേട്ട കാര്യങ്ങളാണ് സങ്കീർത്തനമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 27-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുക, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? The Lord is my light and my salvation, who shall I fear? ദൈവം എൻ്റെ വെളിച്ചമായിരിക്കുമ്പോൾ, അവൻ എൻ്റെ രക്ഷയായിരിക്കുമ്പോൾ എനിക്ക് പേടിക്കാൻ, ഭയപ്പെടാൻ ഒന്നുമില്ലെന്നാണ് പറയുന്നത്. യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ദാവീദ് പറയുക, ഞാൻ ആരെ ഭയപ്പെടും? ഞാൻ ആരെ പേടിക്കും? ഈ ലോകത്തിൽ മനുഷ്യരെല്ലാവരും, മിക്ക ആൾക്കാരും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പലതിനെയും ഭയപ്പെടുന്നവരാണ്. രോഗത്തെ ഭയപ്പെടുന്നവർ, മക്കളുടെ ഭാവിയെക്കുറിച്ച് ഭയമുള്ളവർ, നാളെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയുള്ളവർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഭയമുള്ളവരാണ്. ഇപ്പൊ ഈ എപ്പിസോഡിലൂടെ എന്നെ കാണുന്ന നിങ്ങളും ഒരു പക്ഷേ ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, മരിക്കുമോ എന്നുള്ള പേടി, രോഗം വരുമോ എന്നുള്ള പേടി, കുഞ്ഞുങ്ങളെ പഠിക്കാൻ അയച്ചിരിക്കുന്നിടത്ത് അവരുടെ ജീവിതം എന്താണെന്നുള്ള ആകുലത, സാമ്പത്തിക വിഷയങ്ങൾ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭയപ്പെടുന്നവരാണ്. പക്ഷേ നമ്മുടെ ദൈവം ഇങ്ങനെയുള്ളവരെ വിടുവിക്കുന്നവരാണ്. ഭയപ്പെടുന്നവനെ, പേടിച്ചിരിക്കുന്നവനെ ബലപ്പെടുത്തുന്നവനാണ് സർവശക്തനാകുന്ന നമ്മുടെ ദൈവം. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഇപ്പം പേടിച്ചിരിക്കുകയാണെങ്കിൽ, ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് ഭയപ്പെടുത്തിയിരിക്കുകയാണെങ്കിൽ, കർത്താവ് ഇന്ന് നിങ്ങളെ നോക്കിയിട്ട് പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമ്മളെ ഭയപ്പെടുത്തുന്ന ഒത്തിരി ഇൻസിഡൻസുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഈ യായിറോസ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഒരു പള്ളിപ്രമാണിയാണ്. യായിറോസ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഗുരു, എൻ്റെ മകൾ രോഗത്താൽ മരിക്കാറായി കിടക്കുക, നീ അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഈ സമയത്ത് യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് യായിറോസ് എന്ന് പറയുന്ന ഈ പള്ളിപ്രമാണിയോട് പറഞ്ഞു, ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട, പ്രാർത്ഥിച്ചത് മതി, നിർത്ത്, നിന്റെ മകൾ മരിച്ചുപോയി, അവസാനിച്ചു, ഫിനിഷ്ഡ്, കഴിഞ്ഞു. പക്ഷേ ആ സമയത്ത് യേശു യായിറോസിനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ നിന്റെ പൈതൽ, നിന്റെ മകൾ രക്ഷപ്പെടും. ഇന്ന് എന്നെ കാണുന്ന നിങ്ങളോടും പറയുന്നു, പിശാച് നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞിരിക്കുകയാണോ എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചെന്ന്? കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, ഭയപ്പെടേണ്ട. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ബൈബിൾ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ മീതെ ഒഴുകത്തില്ല, തീയിലൂടെ നടന്നാൽ നിന്റെ കാല് വെന്തു പോകത്തില്ല. സത്യത്തിൽ നമ്മൾ ഭയപ്പെടുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന രോഗം യാഥാർത്ഥ്യമാണ്, നിങ്ങൾ അനുഭവിക്കുന്ന കടഭാരം യാഥാർത്ഥ്യമാണ്, നിങ്ങൾ അനുഭവിക്കുന്ന അസമാധാനം യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം മുകളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട്. പത്രോസ് തന്നെ കടലിന് മേളിലൂടെ യേശുവിൻ്റെ വാക്ക് കേട്ടിറങ്ങി നടന്നു. അവൻ വെള്ളത്തിലേക്ക് താണുപോയി, സത്യത്തിൽ താണുപോയി, ശരിക്കും താണുപോയി. പക്ഷേ അവൻ താണുപോയപ്പോൾ അവനെ പിടിക്കാൻ ഒരു കൈ അവിടെ ഉണ്ടായിരുന്നു.
സത്യത്തിൽ അതാ നമ്മുടെ അനുഗ്രഹം, നമ്മുടെ ബലം അതാ. നമുക്കാർക്കും പ്രശ്നങ്ങളില്ലാഞ്ഞല്ല, പ്രതിസന്ധി ഇല്ലാഞ്ഞല്ല, ഒരത്ഭുതത്തിൻ്റെ കരം നമുക്ക് വേണ്ടിയുണ്ട്. നമ്മളെ താങ്ങുന്ന കരം, നമ്മളെ തളർത്താത്ത, മനുഷ്യർ നമ്മളെ തളർത്തി ഡിസ്കറേജ് ചെയ്ത് വെച്ചിരിക്കുമ്പോഴും നമ്മളെ ലിഫ്റ്റ് ചെയ്യുന്നൊരു കരമുണ്ട്. അതല്ലേ യേശു കർത്താവിൻ്റെ കയ്യിൽ കുറച്ച് അപ്പവും ചെറുമീനുകളും കിട്ടിയപ്പോൾ, 5 അപ്പവും 2 മീനും കിട്ടിയ സമയത്ത് കർത്താവ് അതിനെ കയ്യിലെടുത്തു, അതിനെ ബ്ലസ് ചെയ്തു, ഉയർത്തി, വാഴ്ത്തി, നുറുക്കി. നോക്കിയേ, യേശു കർത്താവിൻ്റെ കയ്യിൽ വന്ന ആ അപ്പം അത് ബ്ലസ്ഡായി, അത് അനുഗ്രഹത്തിലേക്ക് വന്നു. അതിനെ കർത്താവ് അനുഗ്രഹിച്ചു, അത് വർദ്ധിച്ചു. നിശ്ചയമായിട്ട് ഞാൻ പറയുന്നു, കർത്താവ് കയറി തൊട്ടാൽ, യേശുവിൻ്റെ കരം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്കുള്ളതിനെയും സ്പർശിച്ചാൽ നിങ്ങൾ പഴയ അവസ്ഥയിലായിരിക്കത്തില്ല. യേശു വന്ന വീട് പഴയ അവസ്ഥയിലായിരിക്കത്തില്ല. യേശു വന്ന വ്യക്തി പഴയ അവസ്ഥയിലായിരിക്കത്തില്ല. യേശു വന്ന സഭ പഴയ അവസ്ഥയിലായിരിക്കത്തില്ല. കർത്താവ് ഒരു വ്യക്തിയിൽ വന്നാൽ മുഴുവൻ മാറ്റമാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു ക്രിസ്തു വന്നപ്പോൾ കിണറ്റീന്ന് കോരി ഒഴിച്ച വെള്ളത്തിന് മാറ്റം ഉണ്ടായി. യേശുവിൻ്റെ വാക്ക് കേട്ട് കൽപ്പാത്രത്തിൽ വെള്ളം കോരി ഒഴിച്ചപ്പം ആ കിണറ്റീന്ന് കോരി ഒഴിച്ച പച്ചവെള്ളത്തിന് മാറ്റം സംഭവിച്ചു. ഇന്ന് എന്നെ കാണുന്ന ചിലർ പറയുന്നത്, ദൈവമേ, എൻ്റെ വീടിനൊരു മാറ്റം ഉണ്ടാകുമോ? എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകുമോ? എൻ്റെ ഈ സാമ്പത്തിക അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകുമോ? എനിക്ക് ഈ ഒരു നിലവാരത്തിനൊരു മാറ്റം ഉണ്ടാകുമോ? എൻ്റെ രോഗത്തിന് ഒരു മാറ്റം ഉണ്ടാകുമോ? നിശ്ചയമായും, തീർച്ചയായും ആ മാറ്റം നിങ്ങളിൽ ദൈവം കൊണ്ടുവരും. അതുകൊണ്ടല്ലേ വചനം പറയുന്നത്, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഒരു കൂനിയായ സ്ത്രീ, ഒട്ടും നിവരാൻ കഴിയാത്തൊരു സ്ത്രീ, കർത്താവ് അവളെ തൊട്ടു. ബൈബിൾ പറയുന്നു, ക്ഷണത്തിൽ അവൾ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ കർത്താവിൻ്റെ സ്പർശനം നിങ്ങളെ നിവർത്തി നിർത്തും. നിങ്ങളുടെ മിത്രാദികളുടെ മുൻപിൽ, നിങ്ങളുടെ ചാർച്ചക്കാരുടെ മുമ്പിൽ, നിങ്ങളുടെ കുടുംബക്കാരുടെ, സഹോദരങ്ങളുടെ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെയൊക്കെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിങ്ങളെ ദൈവം നടത്തും. ഇപ്പോൾ അവരുടെ മുമ്പിൽ ഒന്നും പോകാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. ചില ഫംഗ്ഷനുകൾക്ക് പോലും നിങ്ങൾ പോകുന്നില്ല. കാരണം പലരുടെയും ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. പല ചോദ്യങ്ങളുടെയും മുൻപിൽ നിങ്ങൾ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു ക്രിസ്തു നിങ്ങളെ തൊട്ടാൽ, കർത്താവിൻ്റെ കരം നിങ്ങളുടെ മേൽ വന്നാൽ, നിങ്ങളുടെ ആ ചോദ്യചിഹ്നം പോലുള്ള ആ ലൈഫ് അവരുടെ മുമ്പിൽ ഒരു ആശ്ചര്യ ചിഹ്നമായി മാറും. ദൈവം അവരുടെയൊക്കെ നടുവിൽ നിങ്ങളെ തല ഉയർത്തി നടത്തും. എബേസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ എബേസ് അവനെ വ്യസനത്തോടെ അവൻ്റെ അമ്മ പ്രസവിച്ചത് കൊണ്ടാണ് വ്യസനപുത്രൻ എന്ന എബേസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ എബേസ് എന്ന പേർ വിളിച്ചെന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. എബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ച് നീ എൻ്റെ അതിരുകളെ വിശാലമാക്കണം, വിസ്താരമാക്കണം. തൊട്ട് താഴെ നമ്മൾ വായിക്കുന്നു, തൻ്റെ സഹോദര വർഗങ്ങളെക്കാൾ, മറ്റുള്ള എല്ലാവരെക്കാൾ എബേസ് മാന്യനായി തീർന്നു, അനുഗ്രഹിക്കപ്പെട്ടു. ഇത് തന്നെയല്ലേ ജോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടായത്? അടിമ മന്ത്രിയായി മാറ്റം സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ മുക്കുവന്മാരായ ശിഷ്യന്മാർ മാറ്റം സംഭവിച്ചു, അപ്പോസ്തലന്മാരായി. സഭയെ മുടിച്ച് ഉപദ്രവിച്ച് കൊണ്ട് നടന്ന ശൗലിന് കർത്താവിന്റെ സ്പർശനത്താൽ മാറ്റം സംഭവിച്ചു, അവൻ അപ്പോസ്തലനായി. യേശു നിങ്ങളുടെ ഭവനത്തെ തൊട്ടാൽ ഭവനത്തിന് മാറ്റം ഉണ്ടാകും. യേശു നിങ്ങളുടെ മക്കളെ തൊട്ടാൽ നിങ്ങളുടെ മക്കൾക്ക് മാറ്റം ഉണ്ടാകും. യേശു നിങ്ങളുടെ സാമ്പത്തികത്തെ തൊട്ടാൽ നിങ്ങളുടെ സാമ്പത്തികത്തിന് മാറ്റം ഉണ്ടാകും. യേശു നിങ്ങളുടെ രോഗത്തെ തൊട്ടാൽ നിങ്ങളുടെ രോഗം സൗഖ്യമാകും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, യഹോവയുടെ വലങ്കരം ഉയർന്നിരിക്കുന്നു, അവൻ്റെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഉയർന്നിരിക്കുന്ന ഒരത്ഭുതകരം നമുക്കുണ്ട്. അവൻ ഭൂമിയെ നാസ്തികത്വത്തിന്മേൽ തൂക്കുന്നു. വചനം പറയുന്നു, അവൻ ഭൂമിയിലെ പൊടിയെ നാഴി കൊണ്ട് അളക്കുന്നു, പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ട് തൂക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കരം എത്ര പവർഫുള്ളാണ്! പർവ്വതങ്ങളെയൊക്കെ തൂക്കുന്ന കരമാണ്. സപ്തസാഗരങ്ങളിലെ, ഭൂമിയിലുള്ള എല്ലാ കടലിലെ, സമുദ്രത്തിലെ വെള്ളത്തെയും ഉള്ളം കയ്യിൽ കോരും. എത്ര പവർഫുൾ ഹാൻഡാണ് ദൈവത്തിൻ്റെ കരം എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ മോശ പറഞ്ഞ്, പുരാതനനായ ദൈവം എൻ്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജമുണ്ട്. ഞാൻ മനുഷ്യൻ എന്നെ തള്ളിയാലും ഞാൻ വീഴുന്നത് കർത്താവിൻ്റെ കയ്യിലോട്ടാണെങ്കിൽ ആ കൈ എന്നെ ഉയർത്തും. ലോകം എന്നെ കൈവിടുമ്പോഴും കർത്താവിൻ്റെ കൈ എന്നെ, യേശുവിൻ്റെ കൈ എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ തളർന്നു പോകത്തില്ല, നിലംപരിചായി പോകത്തില്ല. ഇന്ന് എന്നെ കാണുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ അകത്തെ എല്ലാ ഭയങ്ങളും ഉള്ളത്തിൽ നിന്ന് മാറട്ടെ.
എന്തെങ്കിലും സംഭവിക്കും. എനിക്കറിയാം, ആത്മാവിൽ ഞാനത് മനസ്സിലാക്കിയാൽ നിങ്ങളോട് ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളോട് ഞാൻ ഈ വചനം സംസാരിക്കുന്നത്. നിങ്ങളുടെ അകത്ത് ഭയമുണ്ട്, എന്തായി തീരുമെന്നുള്ള ഭയം. ചിലരുടെ അകത്ത് എന്തെങ്കിലും രോഗം വരുമോ എന്നുള്ള ഭയം. പിന്നെ നമ്മളുടെ ആൾക്കാരുടെ ഇടയിൽ പേടിപ്പിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. എല്ലാം നമ്മളോട് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തിക്കളെ. നമ്മുടെ വീട്ടിൽ വന്ന് ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നവർ പോലും, ഐ എം വെരി സോറി ടു സേ ദാറ്റ്, പ്രാർത്ഥിക്കുന്നവർ പോലും, എല്ലാവരുമല്ല, ചിലർ നമ്മളെ പേടിപ്പിക്കും. ദൂതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. നിങ്ങൾക്ക് അത് വരാൻ പോവാ, ഇത് വരാൻ പോവാ, അങ്ങനെ വരാൻ പോവാ. ഒരിക്കലുമില്ല. ദൈവം നമ്മളെ പേടിപ്പിക്കുന്ന ദൈവമല്ല. ഇനി ആരെങ്കിലും എന്തെങ്കിലും പേടിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ നോക്കിയിട്ട് നിനക്ക് അത് വരാൻ പോവാ, ഇത് വരാൻ പോവാ, രോഗം വരാൻ പോവാ, അപകടം വരാൻ പോവാ, മക്കൾക്ക് അത് വരാൻ പോവാ, ഭാര്യയ്ക്ക് അത് വരാൻ പോവാ, ഭർത്താവിന് ഇങ്ങനെ വരാൻ പോവാ, ബിസിനസ് പൊട്ടാൻ പോവാ, സഭ പൊട്ടാൻ പോവാ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് കേട്ട് നിങ്ങൾ അസ്വസ്ഥരാണോ? ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിൽ നിന്ന് വരുന്നതൊന്നും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തത്തില്ല, നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കത്തില്ല. ദൈവം ഒരിക്കലും കൺഫ്യൂഷന്റെ ദൈവമല്ല. ദൈവം എപ്പോഴും പെർഫെക്ഷന്റെ ദൈവമാണ്. ദൈവം നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കത്തില്ല. ദൈവം എല്ലാം ക്ലിയർ ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിൽ നിന്ന് വരുന്നതൊന്നും നിങ്ങളെ ടെൻഷൻ ആക്കത്തില്ല. വചനം പറയുന്നു, അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം നമുക്ക് സമാധാനം തരും. നിങ്ങൾ ഒരു കാര്യം ഇവിടെ കേട്ടോളെ, ഒരു കാര്യം ദൈവഹിതമാണോ എന്നറിയുന്നത് അവിടെ. എല്ലാവരും ചോദിക്കാറുണ്ട്, ബ്രദറെ, പാസ്റ്ററെ, മോക്കൊരു കല്യാണാലോചന വന്നു, ഒരു വീട് വെക്കാൻ പോവാ, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പോവാ, ഞാൻ എങ്ങനെ അറിയും ഇത് ദൈവഹിതമാണോ, ദൈവത്തിന്റെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണോ എന്ന് ഞാൻ എങ്ങനെ അറിയും? ഇപ്പോഴും ഓർക്കണം, പല രീതിയിൽ നമുക്കറിയാൻ പറ്റും. ദൈവം നമ്മളോട് സംസാരിക്കും, വചനത്തിലൂടെ നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കും, തൻ്റെ അഭിഷിക്തന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ സംസാരിക്കും. ദൈവത്തിന് പല വഴികളിലൂടെ നമ്മളോട് സംസാരിക്കാൻ പറ്റും. വചനം പഠിക്കുമ്പം വാഹനമൃഗമായ കഴുതയും കൊണ്ടുവരെ ബിലയാമെന്ന് പറയുന്ന മനുഷ്യനോട് ദൈവം സംസാരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞാൽ, ഒരു ഹിതമാണോ എന്നറിയുന്നത് നമുക്ക് ആ വിഷയത്തിൽ ഒരു സമാധാനം കിട്ടുമ്പോഴാണ്. ആ മകൾക്ക് മകൻ ആ പ്രപ്പോസൽ വരുമ്പം, ആ കല്യാണാലോചന വരുമ്പം, ആ വിഷയത്തിൽ നിങ്ങൾക്കൊരു സ്വസ്ഥത, ഒരു കംഫർട്ടബിലിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫ്രം ദ ലോർഡ്. അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. ആ ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരല്ല, നിങ്ങൾ വറീഡ് അല്ല, ടെൻസ്ഡ് അല്ല, അല്ലെങ്കിൽ ഒരു ആകുലതയല്ല, മറിച്ച് നിങ്ങളുടെ അകത്തൊരു സമാധാനം അതിനകത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിങ്ങൾ അസ്വസ്ഥരാണെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാലും ദൈവം നമ്മളെ അസ്വസ്ഥരാക്കുന്നവനല്ല. ദൈവം നമുക്ക് സ്വസ്ഥത തരുന്നവനാണ്. നിങ്ങളോട് ആരെങ്കിലും ഏതെങ്കിലും ദൂതോ പ്രസംഗമോ പറഞ്ഞിട്ട് നിങ്ങൾ അസ്വസ്ഥരായെങ്കിൽ ഒരിക്കലും അത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ ഒരു വചനം കേട്ടപ്പം, ഒരു ദൂത് കേട്ടപ്പം നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടായോ, സന്തോഷം ഉണ്ടായോ, ഒരു ബലമുണ്ടായോ, അത് ദൈവം നിങ്ങളോട് സംസാരിച്ചതാണ്. അല്ലാത്ത എല്ലാം കുടഞ്ഞു കളയണം. എന്നെ കാണുന്നവരോട് ഞാൻ പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് മെലീറ്റ എന്ന് പറയുന്ന മാൽറ്റയിൽ, മെലീത്ത ദ്വീപിൽ എത്തിയ സമയത്ത് പൗലോസിൻ്റെ കയ്യിലൊരു വിറകെടുത്തപ്പം ഒരു അണലി കയറി ചുറ്റി. എല്ലാവരും തീ കായുന്ന ചൂട് കൊള്ളുന്ന സമയത്ത് പൗലോസും പോയി ഒരു വിറകെടുത്ത് തീക്കകത്തിട്ടപ്പം പെട്ടെന്നൊരു അണലി ചാടി കൈക്കകത്തങ്ങ് ചുറ്റി. അത് പൗലോസിനെ അറ്റാക്ക് ചെയ്തു. പക്ഷെ എന്താ പൗലോസ് ചെയ്തേ? അവൻ അതിനെ തീയിലേക്ക് കൊടഞ്ഞു കളഞ്ഞു. സത്യത്തിൽ നമ്മളെ കയറി ചുറ്റുന്ന, നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഇങ്ങനെയുള്ള ഭയങ്ങൾ, ഭീകരമായ ചില സംഭവങ്ങൾ, ചില അനുഭവങ്ങൾ, വാക്കുകൾ, ഇമെയിലുകൾ, വാട്സാപ്പുകൾ, മെസ്സേജുകൾ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മളെ കയറി ചുറ്റുമ്പോൾ അതിനെ നമ്മൾ കുടഞ്ഞു കളയണം. വെച്ചോണ്ടിരുന്നാൽ അത് നമ്മളെ അറ്റാക്ക് ചെയ്യും. ആ ചിന്തകൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യും. ആ വിചാരങ്ങൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യും. സത്യം, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകളും ഇടിച്ചു കളഞ്ഞു ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്നു. അപ്പോൾ സങ്കല്പങ്ങൾ, വിചാരങ്ങൾ, ഇമാജിനേഷൻ, തെറ്റായ ചിന്തകൾ, വിചാരങ്ങൾ, ഇതെല്ലാം നമുക്ക് ചുറ്റും ഒരു കോട്ട പോലെ കയറി വരും. എന്നിട്ട് നമ്മളെ അതിനകത്താക്കും. രോഗിയാകുമോ? ചില ആൾക്കാർക്ക് മുട്ടുവേദന വരുമ്പോൾ ആർത്രൈറ്റീസ് ആണോ, കൈവേദന വരുമ്പോൾ ഇനി എന്താ പ്രശ്നം, വയറ്റിൽ വേദന വരുമ്പം, നടുവിന് പ്രശ്നം വരുമ്പോൾ, കണ്ണികൾക്ക് അകൽച്ചയാണോ, ക്യാൻസറാണോ, എനിക്ക് എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ ചുമ്മാ ഭയപ്പെടുന്നവരുണ്ട്. അതിനാൽ ഉറക്കം പോകുന്നവരുണ്ട്. കൊച്ചു കുഞ്ഞിനെ ഓർത്ത് ഭയപ്പെടുക, അവന്റെ ഭാവിയെ ഓർത്ത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഭാവി കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവകരത്തിൽ സുരക്ഷിതമാണ്.
ആര് നിങ്ങളെ ചതിച്ചാലും ചതിക്കാത്ത ഒരു നല്ല ദൈവം യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല, ഞാൻ ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. പൗലോസ് വീണ്ടും ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടല്ലേ, പ്രാർത്ഥനയാലും സ്തോത്രത്താലും ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാകും. ആ സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ പ്രാർത്ഥിക്കുക, സ്തോത്രം ചെയ്യുക. എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കത്തില്ല, ഒരു ശത്രുവിനും എന്നെ തകർക്കാൻ പറ്റത്തില്ലെന്നുള്ള ആ വലിയ വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടാകും. ഒരിക്കലൊരു മിഷണറിമാരായ ഒരു ഭാര്യയും ഭർത്താവും അവർ അമേരിക്കയിൽ വർഷങ്ങളായി കർത്താവിൻ്റെ വേലയിലായിരുന്നു. ആ സമയത്ത് അവർ അമേരിക്കയിലുള്ള അവരുടെ വീടും വസ്തുവും കാറും ഒക്കെ വിറ്റിട്ട് ആഫ്രിക്കയിൽ സുവിശേഷ പ്രവർത്തനം നടത്താനായിട്ട് പോയി. അവരിങ്ങനെ കപ്പലിലായി യാത്ര ചെയ്യുന്നത്. 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കപ്പല് കടലിൻ്റെ മധ്യഭാഗത്തൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വൈഫ് ഏർലി മോർണിംഗ് വൈഫ് കട്ടിലിൽ കിടക്കുക. എഴുന്നേറ്റു രണ്ടുപേരും. ഹസ്ബൻഡ് അവരുടെ ഭർത്താവായ മിഷണറി വാഷ്റൂമിൽ ടോയ്ലറ്റിൽ അവർ ഷേവ് ചെയ്യാനായിട്ട് പുള്ളി അതിനകത്ത് കയറിപ്പോയി ഷേവ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സമയത്ത് ഈ ഷിപ്പിനകത്ത് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി. ഒരു വലിയ കൊടുങ്കാറ്റ് പുറപ്പെട്ടിട്ടുണ്ട്. അത് ഈ ഷിപ്പ് റൂട്ട് ചെയ്തിരിക്കുന്ന ഭാഗം വഴിയാണ്, അതിലൂടെയാണ് വരുന്നത്. അപ്പൊ ഈ കാറ്റ്, ഈ കൊടുങ്കാറ്റിനെ അഭിമുഖീകരിക്കാൻ പോവാ നമ്മൾ. ഈ ഷിപ്പിനകത്ത് ഇത് അടിച്ചാൽ ഇത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാവരും അലേർട്ടായിരിക്കണം, പ്രാർത്ഥിക്കണം, മരണം വരെ സംഭവിക്കാം എന്നുള്ള അവസ്ഥയിലാണെന്ന് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി. സത്യത്തിൽ ഈ സമയത്ത് ഈ ഭാര്യ, ഈ മിഷണറിയുടെ വൈഫ് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചിട്ടും പുള്ളിക്കാരിക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല. പുള്ളിക്കാരി ഓടിച്ചെന്ന് ഹസ്ബൻഡ് വാഷ്റൂമിൽ നിൽക്കുമായിരുന്നു. ആ കതകിൽ ഇടിച്ചു, തട്ടിയിട്ട് പറഞ്ഞു, പെട്ടെന്ന് ഇറങ്ങി വാ, നമ്മളെല്ലാവരും മരിക്കാൻ പോവാ, വലിയൊരു കൊടുങ്കാറ്റ് അടിക്കാൻ പോവാ, നമ്മുടെ ഷിപ്പിനെ ലക്ഷ്യമാക്കി അത് വരുന്നേ, ഇപ്പം അനൗൺസ്മെന്റ് ഉണ്ടായി. പിന്നെയും ഭയങ്കര ബഹളം ഉണ്ടാക്കി ഈ സഹോദരി. ഈ മിഷണറി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തൻ്റെ കയ്യിൽ ഒരു കത്രിക, ഒരു സിസർ ഇരിപ്പുണ്ടായിരുന്നു. താൻ ഷേവ് ചെയ്തുകൊണ്ട് മീശ വെട്ടിക്കൊണ്ടിരുന്നത്. ആ കത്രിക എടുത്തിട്ട് ഈ വൈഫിന്റെ കഴുത്ത് പിടിച്ച് കഴുത്തേലോട്ട് വെച്ചിട്ട് പറഞ്ഞു, ഇനി മിണ്ടിയാ നിന്നെ ഞാൻ കൊന്നുകളയുന്നു. ഉടനെ ഈ കൈക്കകത്തിരിക്കുന്ന കത്രിക കഴുത്തിലിരിക്കുന്ന ഈ അവസരത്തിൽ ഈ സഹോദരി, ഈ മിഷണറിയുടെ ഭാര്യ ചിരിച്ചോണ്ട് പറയുക, പൊട്ടി അങ്ങ് ചിരിച്ചോണ്ട് പറയുക, ചാവാൻ പോകുമ്പോഴാണോ തമാശ പറയുന്നത്? നിങ്ങൾ ഇതുവരെ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, ഇനി ഇപ്പോഴാണോ ചെയ്യാൻ പോകുന്നത്? അപ്പൊ ആ മിഷണറി ഭാര്യയോട് പറഞ്ഞു, എടി 40 വർഷമായിട്ട് നിന്റെ കൂടെ ഞാൻ ജീവിക്കുക, ഇന്ന് വരെ ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ടില്ല. ഇത്ര വിശ്വാസമാണ് നിന്റെ ഭർത്താവിനെയെങ്കിൽ നിന്റെ ഭർത്താവിനേക്കാളും നല്ലൊരു കർത്താവിനെയാണ് നീ സേവിക്കുന്നത്. നിന്റെ ഭർത്താവിനേക്കാളും നിനക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ദൈവത്തിലാണ് നീ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കൊടുങ്കാറ്റിനും ഒരു പേമാരിക്കും നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. നിശ്ചയമായിട്ടും പ്രിയപ്പെട്ടവരെ, ആ ഒരു ഫെയ്ത്ത് നമ്മുടെ അകത്തുണ്ടാകണം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ അവിശ്വാസവും, നിങ്ങളുടെ അകത്തെ ഭയവും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഒന്നും സംഭവിക്കത്തില്ല. ഇത് ഇന്നത്തെ എപ്പിസോഡ് സ്പെഷ്യലാണ്. ഇത് ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക. നിങ്ങളോട് ദൈവം സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾ വിളിച്ച് പറയണം, നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചിലരോട് പറയട്ടെ, ഒരു മനുഷ്യൻ എങ്ങനെ ഒരു വലിയ നദിയുടെ കരയിൽ കൂടെ നടന്നു പോവുക. പുള്ളിക്കാരൻ ഇങ്ങനെ നദിയുടെ കരയുടെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പം ചിലരെ പോലെ പുള്ളിയും ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അക്കരയിൽ, മറുകരയിൽ ഒരു പട്ടി, ഒരു നായ നിന്ന് ഭയങ്കരമായിട്ട് കുരയ്ക്കുക. തൊടലി കിടക്കുക, ചേനി കിടക്കുക, കുറങ്ങി അടിച്ച് നിന്ന് കുരയ്ക്കുക. അപ്പോൾ ഇദ്ദേഹത്തെ നോക്കിയാ നായ കുരയ്ക്കുന്നത്. പുള്ളി ഇങ്ങനെ കുടയായിട്ട് പോകുമ്പോൾ, അപ്പം പുള്ളി ഇങ്ങനെ ആ കരയിൽ കൂടെ പോകുമ്പോൾ ചിന്തിക്കുക, ഈ നായ തൊടൽ പൊട്ടിച്ച എൻ്റെ മുമ്പിലൂടെ ഒഴുകുന്ന ഈ നദി വറ്റിയ ഇതിവിടെ വരും, വന്ന എനിക്ക് കടി ഉറപ്പാ. അക്കരെ നിൽക്കുന്ന നായ തൊടൽ പൊട്ടിച്ച എൻ്റെ മുമ്പിലൂടെ ഒഴുകുന്ന നദി ഇപ്പം വറ്റിപ്പോയ അതിഞ്ഞ് വരും, വന്നാൽ എനിക്ക് കടി ഉറപ്പാ. ചുമ്മാ ചിന്തിച്ച് ഭയപ്പെടുക. പക്ഷെ മനസ്സിലാക്കണം, അക്കരെ നിൽക്കുന്ന നായ തൊടൽ പൊട്ടിക്കത്തുമില്ല, മുമ്പിലുള്ള നദി വറ്റത്തുമില്ല, പുള്ളിയെ ഇത് കടിക്കത്തുമില്ല. പക്ഷെ വെറുതെ ചിന്തിക്കുക. അതുകൊണ്ട് ഇന്ന് ആവശ്യമില്ലാത്ത ഭയത്തിന്റെ ചിന്തകൾ, ആകുലതകളൊക്കെ നിങ്ങളുടെ അകത്ത് വരുന്നെങ്കിൽ പൗലോസിനെ പോലെ അതിനെ കുടഞ്ഞു കളയുക. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനമില്ലേ,
27-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 27-ാം സങ്കീർത്തനത്തിൻ്റെ ഒടുവിലേക്കുള്ള വാക്യങ്ങളിൽ നിങ്ങളെ കൊണ്ടുവരിക. അതിൻ്റെ 13-14 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. ദൈവത്തിൽ പ്രത്യാശയുള്ള ഒരാളുടെ അകത്തുള്ളതാ ധൈര്യം. ജോശുവയുടെ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും. ഒന്നിനെയും ഭയപ്പെടാതെ ധൈര്യത്തോടെ മുൻപോട്ട് പോവുക. ഇസ്രായേൽ മക്കളോട്, മോശയോട് ചെങ്കടലിന്റെ മുമ്പിൽ വെച്ച് യഹോവയായ ദൈവം പറഞ്ഞു, മോശെ, നീ ഈ ജനത്തോട് പറ മുൻപോട്ട് പോകാൻ. ഇന്ന് ഈ എപ്പിസോഡ് കാണുന്ന, എന്നെ കേൾക്കുന്ന മാന്യ സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് നിങ്ങളോടും പറയുന്നു, പുറകോട്ട് പോകല്ലേ, അധൈര്യപ്പെട്ട് പോകല്ലേ, ഭയപ്പെട്ടു പോകല്ലേ, മുൻപോട്ട് പോകും, ധൈര്യമായിട്ട് മുൻപോട്ട് പോകും. നിങ്ങൾക്ക് ഓടാൻ പറ്റുമെങ്കിൽ ഓട്, ഓടാൻ പറ്റത്തില്ല, നടക്കാനേ പറ്റത്തുള്ളെങ്കിൽ നിങ്ങൾ നടക്കുക. നടക്കാനും ഓടാനും പറ്റുന്നില്ല, എഴയാനേ പറ്റത്തുള്ളെങ്കിൽ എഴയെ. എങ്ങനെയായാലും മുമ്പോട്ട് പോകും, എങ്ങനെയായാലും മുൻപോട്ട് പോകും. സർവശക്തനായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്.